നമ്മുടെ വീട്ടിലെ ഗ്യാസ് ഒരു മാസം കൊണ്ട് തീരാൻ കാരണം ദേ ഈ ബർണറിൽ നിന്നും പൊങ്ങുന്ന ഈ ഒരു പതയാണ്. നമ്മുടെ എല്ലാവരുടെയും വീട്ടിലുള്ള പ്രശ്നമാണ് ഇതുപോലുള്ള ഗ്യാസ് അടുപ്പ് കത്തിക്കുമ്പോൾ കൃത്യമായിട്ട് കത്താതിരിക്കുക. അല്ലാന്നുണ്ടെങ്കിൽ കത്തിക്കഴിഞ്ഞാലും നമുക്കത് അതുപോലെ ചെറിയ രീതിയിൽ ഒരു തീ വരുന്ന അവസ്ഥ കാണാൻ പറ്റുന്നത് മനസ്സിലാവുന്നുണ്ടോ? വളരെ ചെറിയ രീതി മാത്രമേ തീ വരുന്നുള്ളൂ. അതിനുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ഈ കാണുന്ന ഈ ബർണറുകൾ തന്നെയാണ്. നമ്മൾ ഒരുപാട് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേന് ഇതുപോലുള്ള ബർണറുകളെല്ലാം നല്ല രീതിയിലുള്ള അഴുക്ക് അല്ലെങ്കിൽ കരട് കയറി അടയുകയും ചെയ്യും. അത് നമ്മൾ ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നമുക്ക് ഒരുപാട് ഈ ഒരു ഗ്യാസ് നഷ്ടമാണ്. നമുക്ക് ചിലപ്പോൾ ഒരു മാസം കൊണ്ട് തന്നെ നമ്മളൊരു ഗ്യാസ് ഊറ്റി മുഴുവനായിട്ടും തീർന്നും പോകും. അപ്പം നമ്മളിത് വളരെ ഗൗരവമായി എടുത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നതിൻ്റെ തൊട്ട് ഗ്യാസ് തീർന്നു പോകാൻ സാധ്യത കൂടുതലാണ്. അതോടൊപ്പം തന്നെ ഇത് കേടായിപ്പോൾ അതായത് നമ്മുടെ ബർണർ കേടായി പോകാനും സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പം ഇത് വളരെ നിസ്സാരമായിട്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും. അത് ഒരുപാട് പേർക്ക് അറിയാമായിരിക്കും. എങ്കിൽ പോലും ഞാൻ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു 1-2 ഐറ്റം വെച്ചിട്ട് ഇത് ക്ലീൻ ചെയ്ത് കാണിക്കാം. അതിനുവേണ്ടി ഫസ്റ്റ് ചെയ്ത് നമുക്ക് ഒരു ബൗൾ എടുക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് വേണ്ടുന്നത് കുറച്ച് ബേക്കിംഗ് പൗഡർ കേട്ടോ, അല്ലെങ്കിൽ ബേക്കിംഗ് സോഡ ഏത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് വളരെ കുറച്ച് മാത്രം ചെറിയ അളവിൽ അത് നമ്മുടെ ഈ ഒരു പാത്രത്തിനകത്തേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ എടുക്കേണ്ടുന്നത് നമുക്ക് വിനാഗിരി. എല്ലാവരുടെയും വീട്ടിൽ ഈ 2 സാധനം എപ്പോഴും ഉണ്ടാകും. ഈ ഒരു വിനാഗിരിയും ഞാൻ അതിനകത്തേക്ക് ഒഴിക്കുന്നുണ്ട്. ഇത് നല്ല റിയാക്ഷൻ നടക്കുന്ന സാധനം തന്നെയാണ്. നടക്കുന്നുണ്ട്. അപ്പം ആ ഒരു റിയാക്ഷൻ നടക്കുന്ന സമയത്ത് തന്നെ നമുക്ക് നമ്മുടെ ഈ ഒരു ബർണർ ഉണ്ടല്ലോ, ഈ ബർണർ എന്നല്ല, നമ്മുടെ ഈ ഒരു വീട്ടിൽ കുഴപ്പമുള്ള ഏതൊരു ബർണർ ആണെങ്കിലും ഇതുപോലെ ഇട്ട് കൊടുക്കുക. അത് മുങ്ങി കിടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന് മുകളിലേക്ക് കുറച്ചും കൂടെ നമുക്ക് ഈ പറയുന്ന വിനാഗിരി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നല്ലപോലെ ഇങ്ങനെ കിടക്കട്ടെ. ഒരു 5 മിനിറ്റോളം കിടന്നാൽ മാത്രം മതിയാകും. ഇത് തന്നെ ഉണ്ടോ നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാകും. നമുക്ക് ഈ ഒരു പതഞ്ഞു പൊങ്ങുന്നത് മുഴുവൻ നമുക്ക് ഇതിനകത്തുള്ള ഈ ഒരു അഴുക്കാണ്. അപ്പോൾ അതിങ്ങനെ പതഞ്ഞു പൊങ്ങി പൊക്കോണ്ടിരിക്കട്ടെ. നമുക്കൊരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഏകദേശം ഒരു 5 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ ഒരു ബർണറിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ഇതാണ്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഇതിനകത്തുള്ള ഒരു പതയും അല്ലെങ്കിൽ അഴുക്ക് മൊത്തം ഇളകിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമുക്ക് നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ഒരു ലിക്വിഡ്, അതായത് നമുക്ക് പാത്രം കഴുകാനോ തുണി കഴുകാനോ ഒക്കെ ഉപയോഗിക്കുന്ന ഏതെങ്കിലും ലിക്വിഡ് എടുക്കാം. അതിനുശേഷം ഇത് അകത്തുനിന്ന് നമുക്കിതാ ഇങ്ങനെ അതിനകത്തേക്കൊന്ന് നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുത്തിട്ട് നമ്മുടെ വീട്ടിൽ നമുക്ക് ഉപയോഗശൂന്യമായതോ അല്ലെങ്കിൽ പുതിയതായിട്ടൊരു ബ്രഷ് എടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ നമ്മുടെ ഒരു ബർണർ അങ്ങ് ക്ലീൻ ചെയ്ത് കൊടുക്കുക. ഇതിന് അകവും പുറവും ഒരുപോലെ തന്നെ ക്ലീൻ ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ ഈ ഒരു ഹോളിനകത്തുണ്ടായിരിക്കുന്ന ഈ അഴുക്ക് അല്ലെങ്കിൽ കരട് മുഴുവനായിട്ട് ഇറങ്ങി പോകത്തുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്തേക്കാം. ഈ ഒരു ബർണറിനകത്ത് എന്തുമാത്രം അഴുക്കുണ്ടായിരുന്നുള്ള കാര്യം എൻ്റെ ഈ ഒരു വിരലിൽ നോക്കിയാൽ മനസ്സിലാവും. നല്ലപോലെ തന്നെ അഴുക്കുണ്ടായിരുന്നു. അപ്പോൾ ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിലെ എല്ലാ ബർണറുകളും ഊരി ക്ലീൻ ചെയ്യണം. ഞാനപ്പോഴേ ഈ ഒരു 2 ബർണറും നല്ലപോലെ തന്നെ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. എൻ്റെ കളർ തന്നെ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും ഒന്ന് കത്തിച്ച് നോക്കാം. കത്തിക്കുമ്പോൾ തന്നെ നല്ല സിമ്പിളായിട്ട് തന്നെ കത്തുന്നുണ്ട്. കണ്ടോ, നല്ല അടിപൊളിയായിട്ട് കത്തുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കിതും നല്ല അടിപൊളിയായിട്ട് തന്നെ കത്തുക തന്നെ ചെയ്യും. ഇതിപ്പം വെട്ടം അങ്ങനെ അടിക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നത് എനിക്കറിയത്തില്ല. അതിനകത്ത് തീ വരുന്നുണ്ട് കൃത്യമായിട്ട്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലാക്കാണെന്ന് വിശ്വസിക്കുന്നത്. നമ്മൾ ലാസ്റ്റ് ആ ലിക്വിഡ് ഒഴിച്ച് കഴിയുന്ന കാരണം എന്ന് പറയുന്നത് ഒരുപാട് പേര് പറയുന്നുണ്ട് നമ്മുടെ ഈ പറയുന്ന വിനാഗിരിയും അതുപോലെ ഈ ഒരു ബേക്കിംഗ് സോഡ ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ഒരു ബർണർ പെട്ടെന്ന് നശിച്ചു പോകുന്നു. അങ്ങനെ നശിച്ചു പോയിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലാസ്റ്റ് ആ ഒരു ലിക്വിഡ് ഒഴിച്ച് കഴുകിക്കളഞ്ഞത്. അപ്പം കംപ്ലീറ്റ് ആയിട്ട് മാറുകയും ചെയ്യും. നമ്മുടെ ബർണറിൻ്റെ ആ ഒരു കളർ തിരിച്ച് കിട്ടുകയും ചെയ്യും. തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക. ഉപകാരപ്പെടുന്ന കാര്യം തന്നെയാണ്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.